ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം ബോട്ടുകൾ കരയ്ക്ക് അടുത്തിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഷബ്ന സിയാദ് ചേരുന്നുണ്ട്. ഷബ്ന, വളരെ വലിയൊരു സാഹചര്യത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിരിക്കുന്നു. ഏതൊക്കെ തരമുള്ള മുന്നറിയിപ്പുകളാണ് അവിടെ നൽകിയിട്ടുള്ളത്? നിലവിലെ സാഹചര്യം എന്താണ്? ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിൽപ്പെട്ട കഴിഞ്ഞ ദിവസം ബോട്ടുകളൊക്കെ കരയ്ക്കടുത്തിരുന്നു. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നുണ്ട്. ഷബ്ന, പ്രതികൂല കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ അവിടുത്തെ അലേർട്ടുകൾ എത്തരത്തിലാണ്? നിലവിലെ സാഹചര്യം എന്തൊക്കെയാണ്? സംഗീത, ഈ കേരളത്തിലെ സമാനമായ കാലാവസ്ഥയാണ് പലപ്പോഴും ലക്ഷദ്വീപിലും ഉള്ളത്. നമുക്കറിയാം, ലക്ഷദ്വീപിലെ ആളുകൾ തന്നെ എല്ലാവരും മലയാളം സംസാരിക്കുന്നത്, അതുപോലെ അവർ കേരളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന അത്തരത്തിലുള്ള കേരളത്തിനോട് വളരെയധികം സമാനതകളുള്ള ഒരു സ്ഥലമാണ് ഈ ലക്ഷദ്വീപ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാകും. ഇപ്പോ നിലവിൽ ലക്ഷദ്വീപിൽ കനത്ത മഴ തന്നെയുണ്ട്. ഈ 2 ദിവസങ്ങളായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു പ്രത്യേകത, കേരളത്തിൽ നിന്ന് വിഭിന്നമായി കാറ്റടിക്കും എന്നതാണ്. വളരെ ശക്തമായി കാറ്റടിക്കും. കടലുകൾ ഉള്ളതുകൊണ്ട് തന്നെ കാറ്റിന്റെ വേഗത കൂടുതലായിരിക്കും. ഇത് വലിയ തോതിൽ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാനുള്ള സാധ്യതയാണ്. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്നാണ് നിർദ്ദേശം. നമുക്കറിയാം, ലക്ഷദ്വീപിലെ ആളുകൾ, കൂടുതൽ ആളുകളും ഈ മത്സ്യബന്ധനവുമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ യാത്രയും യാത്രയും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കാരണം കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് യാത്രയും പ്രശ്നത്തിലാകുന്നുണ്ട്. ഈ ബോട്ടിലടക്കമാണ് യാത്ര. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ലക്ഷദ്വീപിൽ നിലനിൽക്കുന്നു. 2 ദിവസമായി മഴയുണ്ട്. അടുത്ത 2 ദിവസം കൂടി ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. ഏതായാലും ഇപ്പോൾ അവിടെ ഓറഞ്ച് അലർട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഷബ്ന, ലക്ഷദ്വീപിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കുമുള്ള മുന്നറിയിപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഷബ്ന സിയാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.